അടുത്തതാണ് ചിയർഫുൾനെസ്. ചിയർഫുൾനെസ്, ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. Psychologically, people want to associate themselves with cheerful person so that they will also be cheerful. A cheerful and happy salesman receives customer in a reception frame of mind and makes an effective sale. ചിയർഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ എന്താണ് സാധാരണഗതിയിൽ മനുഷ്യന്മാർക്ക് എപ്പോഴും എന്താണ് സന്തോഷമായിട്ടിരിക്കാനല്ലേ ആഗ്രഹിക്കുക. അതെ, സന്തോഷമായിട്ടിരിക്കുക, സന്തോഷമായി ഇരിക്കുന്ന ആൾക്കാരുടെ കൂടെ കൂടുക അല്ലേ. നമുക്കിനിപ്പോൾ എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കണം അല്ലേ. അതെ, ഇനിയിപ്പോൾ വീട്ടിൽ നിന്ന് തല്ലുകൂടി വന്നു, അപ്പോൾ വീട്ടിൽ നിന്ന് ഭാര്യനായിട്ടോ അല്ലെങ്കിൽ അനിയത്തിനായിട്ടോ ആരെങ്കിലുമായിട്ട് തല്ലുകൂടിയിട്ട് ഇറങ്ങി, എന്നിട്ട് കടയിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വന്നിട്ട് കസ്റ്റമേഴ്സിനോട് ആ ദേഷ്യം കാണിക്കാൻ പാടില്ല അല്ലേ. അവർ കസ്റ്റമേഴ്സിനോട് അവരിങ്ങനെ നിൽക്കണം, വളരെ ഹാപ്പി ആയിട്ട് നിൽക്കണം, വളരെ ഹാപ്പി ആയിട്ട് അവർക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അല്ലേ. അല്ലാണ്ട് വീട്ടുകാരോടുള്ള ദേഷ്യം കസ്റ്റമേഴ്സിനോട് കാണിക്കാനായിട്ട് പാടില്ല. എനിക്ക് അതെ അല്ലേ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടോ എനിക്ക് ഒരു സാധനം എടുക്കാൻ പറയണു, അതയാൾ എടുത്തു കൊടുക്കണു, എനിക്ക് ഇത് വേണ്ട അത് വേണമെന്ന് പറയുമ്പോൾ താൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചിക്കടോ ഒന്ന് തിരിച്ച് ചോദിക്കാൻ പാടില്ല അല്ലേ. അങ്ങനെ വന്നെന്ത് ചെയ്യും? അവർ പിന്നെ ആ കടയിൽ കയറില്ല അല്ലേ. അപ്പം അതാണ് ഇനിയിപ്പോൾ അത് അല്ല ഇനിയിപ്പോൾ അല്ലേ ചിലപ്പോൾ അയാളുടെ പണി പോവാം. ഇനിയിപ്പോൾ പണി പോയാൽ തന്നെ എന്താവും? ഈ കടയിൽ ഇനി പോകണ്ട, ഇവിടുത്തെ ഒരു സെയിൽസ് റെപ്പനോട് അന്ന് അങ്ങനെ പെരുമാറിയതാ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ പോകണ്ട. അവർക്കൊരു കസ്റ്റമറിനെ വരെ നഷ്ടപ്പെട്ടേക്കാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? ഒരു സെയിൽസ് റെപ്പ് എങ്ങനെ വേണം? വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കണം. അയാൾ വളരെ ഹാപ്പി ആയിട്ട് വേണം അയാളുടെ ജോലി ചെയ്യാൻ. അതാണ് ചിയർഫുൾനെസ്. അപ്പോൾ അങ്ങനെ മെൻ്റൽ ക്വാളിറ്റീസ് കഴിഞ്ഞു. മെൻ്റൽ ക്വാളിറ്റീസ് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? ആദ്യം പറഞ്ഞു എന്താണ് അല്ലേ, ആദ്യത്തെ ക്വാളിറ്റി ഏതാണ് നമ്മൾ പറഞ്ഞത്? സെൽഫ് കോൺഫിഡൻസ്. സെൽഫ് കോൺഫിഡൻസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ. പിന്നെ എന്താണ് പറഞ്ഞത്? ആദ്യം സെൽഫ് കോൺഫിഡൻസ് പറഞ്ഞു, പിന്നെ അലേർട്ട്നെസ് പറഞ്ഞു, മെമ്മറി പറഞ്ഞു, പിന്നെ എന്താണ് ആക്യുറസി പറഞ്ഞു, ഇമാജിനേഷൻ പറഞ്ഞു, ഒബ്സർവേഷൻ പറഞ്ഞു, പിന്നെന്താണ് ഇനീഷ്യേറ്റീവ് പറഞ്ഞു, റിസോഴ്സ്ഫുൾനെസ് പറഞ്ഞു, പിന്നെ ഇമാജിനേഷൻ പറഞ്ഞു, ചിയർഫുൾനെസ് പറഞ്ഞു, പിന്നെ എന്തൂസിയാസം പറഞ്ഞു അല്ലേ. സോ ഇതൊക്കെയാണ് മെൻ്റൽ ക്വാളിറ്റീസ്. അടുത്തതാണ് സോഷ്യൽ ക്വാളിറ്റീസ്. ഒന്നാമത്തെയാണ് സോഷ്യബിലിറ്റി ഓർ എബിലിറ്റി ടു മീറ്റ് പബ്ലിക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയേ ഉള്ളൂ. ഒരു സെയിൽസ്മാൻ എങ്ങനെയായിരിക്കണം? സെയിൽസ്മാൻ ഷുഡ് ബി ആൻ എക്സ്ട്രോവേർട്ട് ആൻഡ് ഷുഡ് ഹാവ് എ ഗ്രേറ്റ് ലിങ്കിങ് ഫോർ പീപ്പിൾ. ദി ക്വാളിറ്റി ഓഫ് റെഡിലി മിക്സിംഗ് വിത്ത് അതേഴ്സ് ആൻഡ് മേക്കിംഗ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, സെക്സ് ആൻഡ് ഏജ് മേക്സ് എ സെയിൽസ്മാൻ സോഷ്യബിൾ. എന്താ പറയണേ? ഒരു സെയിൽസ്മാൻ വളരെയധികം എക്സ്ട്രോവേർട്ട് ആയിരിക്കണം. എക്സ്ട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരോടും സംസാരിക്കാൻ കഴിവുള്ള ഒരാളാവണം അതെ. അങ്ങോട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളാവണം അല്ലേ. അതായത് എന്താണ്, കസ്റ്റമറിനോട് വേണ്ട കാര്യങ്ങൾ വാതോരാതെ സംസാരിക്കാനുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടാവണം. കൂട്ടത്തിൽ കൂടണം അല്ലേ, കസ്റ്റമേഴ്സിൻ്റെ കൂടെ കൂടണം, അവരുമായൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. അതെങ്ങനെ വേണം? ഈ പറയുന്ന വാതോരാതെ സംസാരിക്കണം, അതുപോലെ തന്നെ സൗഹൃദം ഉണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അതെങ്ങനെയാവണം? ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, സെക്സ് ആൻഡ് ഏജ് മേക്ക് ദ സെയിൽസ്മാൻ സോഷ്യബിൾ. എന്താണ് ഈ സോഷ്യബിലിറ്റി എന്നുള്ള കാര്യം ഇവിടെയാണ് വരുന്നത് അതല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ പെണ്ണുങ്ങളോട് വർത്തമാനം പറയില്ല, അല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ സെയിൽ ഞാൻ എടുക്കില്ല, അല്ലെങ്കിൽ മുസ്ലിം അപ്പോൾ ഒരു മതം വെച്ചിട്ട് നോക്കുകയാണ്, അപ്പോൾ ഹിന്ദുക്കളുടെ സെയിൽ ഞാൻ എടുക്കില്ല, മുസ്ലിങ്ങളുടെ സെയിൽ ഞാൻ എടുക്കില്ല, അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവാൻ പാടില്ല. അവരെങ്ങനെ വേണം? ആരാണെങ്കിലും ഇപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ കാസ്റ്റ്, അയാളിപ്പോൾ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും
അതെ അല്ലേ, അതായത് ഈ സെയിൽസ്മാൻ്റെ മതത്തിലോ ജാതിയിലോ അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും, അയാളുടെ ജെൻഡർ അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾ എന്ത് ചെയ്യണം? സെയിൽ നടത്തണം. അല്ലാണ്ട് ഞാൻ എൻ്റെ കൂട്ടരൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുള്ളൂ അങ്ങനെ ചിന്തിക്കരുത്. അത് വളരെ മോശം ചിന്താഗതിയാണ്. അത് ഒരു സെയിൽസ്മാനെ യോജിച്ചതല്ല. അടുത്താണ് സ്പീച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതെന്താണ്? അത് ഇത്രേ പറയാനുള്ളൂ. ഒരു കസ്റ്റമറിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വളരെ ശാന്തമായി അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളെ പറ്റി സംസാരിക്കണം. അതാണ് സ്പീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് സ്പീച്ച് ഈസ് എ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കിൽ. ഇറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് എക്സ്പ്രസിംഗ് വൺ സെൽഫ്. സെയിൽസ്മാൻ ത്രൂ ഹിസ് പെർസ്യൂസീവ് ആൻഡ് പ്ലസൻറ്റ് സ്പീച്ച് ക്യാൻ ഈസിലി കൺവേർട്ട് എ പ്രോസ്പെക്റ്റീവ് ബയർ ഇൻ ടു എ പർച്ചേസർ. എന്താണ്? ഒരു സെയിൽസ്മാൻ അയാളുടെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ, പെർസ്യൂസീവ് എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ, അതുപോലെ പ്ലസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാന്തമായ രീതിയിൽ. അതായത് എന്താണ്? ഒരു സെയിൽസ്മാൻ വളരെ ശാന്തമായ രീതിയിൽ ഉപഭോക്താക്കളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ട് എന്താണ്? സാധനം വാങ്ങാൻ വന്ന ആളെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കണം. ദാറ്റ് ഈസ് വാട്ട് ഈസ് മീൻ ബൈ സ്പീച്ച്. അപ്പോൾ ഒന്നാമത്തെയാണ് എന്ത്? സോഷ്യബിലിറ്റി ആൻഡ് എബിലിറ്റി ടു മീറ്റ് പബ്ലിക്. രണ്ടാമത്തെ സ്പീച്ച്. അടുത്ത് ടാക്ട് ഓർ സ്കിൽ. ടാക്ട് അഥവാ സ്കിൽ. ടാക്ട് എന്ന് പറഞ്ഞാൽ തക്കത്വം എന്നാണ്. സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കഴിവ് എന്നുള്ളൊരു അർത്ഥം തന്നെയാണ്, അല്ലേ? ടാക്ട് എന്നുള്ളതിന് നമുക്ക് ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പോൾ ഒരു മൊബൈൽ ഷോപ്പിലേക്ക് ഒരാൾ വന്നു. അപ്പോൾ ആ വന്ന ആൾക്ക് അയാൾ പ്രിഫർ ചെയ്യുന്ന മൊബൈലിന് വരുന്ന പൈസ അത് ഇയാളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല, അത് കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതല്ല. അപ്പോൾ എന്ത് ചെയ്യാണ്? കസ്റ്റമർ എന്നാൽ വാങ്ങണ്ട എന്ന് കരുതി പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യണം? ഇവിടെ സാധനം ഇല്ല, എന്നാൽ ഞാൻ പോയേക്കാം എന്ന് കരുതി കസ്റ്റമർ പോകാൻ നിൽക്കുമ്പോൾ ഒരു സെയിൽസ് റെപ്പ് എന്താണ് ചെയ്യേണ്ടത്? താൻ തനിക്ക് പറ്റിയ ഫോണൊന്നും ഇവിടെ ഇല്ല എന്ന് വിചാരിക്കണോ വേണ്ടേ? അല്ല, പകരം എന്ത് ചെയ്യണം? സാറേ, ഇനിയിപ്പോൾ അയാൾക്ക് ബഡ്ജറ്റ് ഉണ്ടായിട്ടും അത്ര ചിലവാക്കാൻ താല്പര്യമില്ലാത്ത ഒരു മനോഭാവമാണെങ്കിൽ എന്ത് പറയണം? സാറേ, ഇത് പൈസ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ക്യാമറയും അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റോറേജ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും മറ്റ് ഫീച്ചേഴ്സൊക്കെ ഇതിന് പക്കയാണ്. സാറിന് പൈസ നഷ്ടമാവില്ല, ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും എന്ന് പറയാം. ഇനിയിപ്പോൾ അതല്ല, അയാൾക്ക് ബഡ്ജറ്റില്ലാത്ത പ്രശ്നമാണെങ്കിൽ സാറ് പോകണ്ട, ഇവിടെ മറ്റൊരു ഫോണുണ്ട്, ഇതിനും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, സാറിന് പറ്റുന്ന ഫോണാണ്, സാറിൻ്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഫോണാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ഫോണും പരിചയപ്പെടുത്തി കൊടുക്കാം. ഇതിനെയാണ് ടാക്ട് എന്ന് പറയുന്നത്. ടാക്ട് ഈസ് ദി ആർട്ട് ഓഫ് സ്പീക്കിംഗ് ആൻഡ് ഡൂയിങ് തിങ്സ് ആക്യുറേറ്റ്ലി വിത്തൗട്ട് ഹേർട്ടിങ് അതേഴ്സ്. അല്ലേ? ഇപ്പോൾ ഇവിടെ നേരത്തെ കേസിൽ പറഞ്ഞ പോലെ എന്താണ്? അതായത് ഒരു കസ്റ്റമറിനെ നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ എന്താണ്? കസ്റ്റമറിനെ വേദനിപ്പിച്ച് വിടുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് വിഷമിച്ചിറങ്ങി പോകേണ്ട ഒരവസ്ഥ വരുന്നില്ല, അല്ലേ? അയാൾ എന്ത് ചെയ്യാണ്? മറ്റൊരു ഫോണ് സജസ്റ്റ് ചെയ്തു. അതല്ലെങ്കിൽ എന്താണ്? ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ സാറിന് ഇന്ന ഗുണങ്ങളുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുത്തു, അല്ലേ? അതാണ് ഇറ്റ് ഈസ് എ മെൻ്റൽ അവെയർനെസ് ഓഫ് ദ സെയിൽസ്മാൻ ടു ടാക്കിൾ ഓൾ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ. അതെ, എന്താണ്? ഏതൊരു തരം സിറ്റുവേഷനെയും നല്ല രീതിയിൽ അഭിമുഖീകരിക്കാനുള്ള ഒരു ബോധ്യം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടാക്ട് എന്നുകൊണ്ട് പറയുന്നത്. അടുത്താണ് എംപതി. Empathy is the ability to imagine and share the feelings of others. A good salesman should always try to probe into the thoughts and insights of the customer. എമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എന്താണ്? അതായത് കസ്റ്റമറിൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതെ, കസ്റ്റമേഴ്സിൻ്റെ ഫീലിങ്സിന് ഒരു പ്രാധാന്യം കൊടുക്കുക. അതാണ് എമ്പതി. അടുത്തതാണ് കേർട്ടസി. കേർട്ടസി മീൻസ് polity and modest behavior. A good salesman treats the customers with respect and appreciation. Words like welcome, thank you, and actions like opening the door, offering a chair or glass of water wins the hearts of customers. A
courteous salesman win the hearts of others and thereby attracts them towards his business unit. Courtesy. Courtesy എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പൊളൈറ്റി അഥവാ മോഡസ്റ്റ് ബിഹേവിയർ എന്നാണ്. അതായത് എന്താണ്? പൊളൈറ്റായിട്ട് പെരുമാറുക, അതല്ലെങ്കിൽ മോഡസ്റ്റായിട്ട് പെരുമാറുക. പൊളൈറ്റായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുക, ഒരു ആദരവ് കാണിക്കുക എന്നുള്ളൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അതായത് ഒരു ആദരവ് കാണിക്കുക. ഈ പൊളൈറ്റ് ആൻഡ് മോഡസ്റ്റ് ബിഹേവിയറിന് അർത്ഥം എന്നല്ല, മൊത്തത്തിൽ അത് ഉദ്ദേശിക്കുന്നതാണ് ഒരു ആദരവ് കാണിക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ എന്താണ് അവർ ഇപ്പോൾ അവിടുത്തെ സ്റ്റാഫ് നമ്മളെ വെൽക്കം ചെയ്യണം അല്ലേ? ഇപ്പോൾ നമ്മളൊരു ഡ്രസ്സ് കടയിലേക്ക് കയറി ചെല്ലുകയാണ്, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടുത്തെ സ്റ്റാഫ് എന്ത് ചെയ്യണം? നമ്മളതിനെ സ്വാഗതം ചെയ്യാണ്. വരൂ സാർ. അങ്ങനെ കൈകൂപ്പേ ഇപ്പോൾ ചിലവരൊക്കെ കൈകൂപ്പിയിട്ട് വെൽക്കം എന്നൊക്കെ പറയും, എന്നിട്ട് വരാൻ പറയും. അതുപോലെ ചില റിസോർട്ടിലൊക്കെ അങ്ങനെ ഉണ്ട്, ഈ നമ്മളതിനെ വെൽക്കം ചെയ്യും. നമ്മളതിനെ ചെയ്യുമോയെന്ന് അറിയില്ല, ഒരു എല്ലാവരെയും അങ്ങനെ ചെയ്യുമോയെന്ന് അറിയില്ല. അപ്പോൾ ചില പ്രീമിയം കസ്റ്റമേഴ്സ്, ഇപ്പോൾ അത്യാവശ്യം സെലിബ്രിറ്റീസൊക്കെ വരുമ്പോൾ അവരങ്ങനെ പൂവൊക്കെ ഇട്ട് കുറിയൊക്കെ തുടിയിച്ചിട്ടൊക്കെയാണ് അവർ സ്വാഗതം ചെയ്യുക. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ ഒരു കാര്യം. അപ്പോൾ അത് പക്ഷേ സെയിൽസ് അല്ല, അത് പക്ഷേ ഒരു ഹോസ്പിറ്റാലിറ്റി എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ റിസോർട്ടിലൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നോക്കൂ, ഇതിപ്പോൾ ഒരു ഡ്രസ്സ് കടയിലൊക്കെ എന്താണ് അങ്ങനെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജ്വല്ലറിയിലൊക്കെ അങ്ങനെ ഉണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു സ്റ്റാഫ് വെൽക്കം സാർ അല്ലെങ്കിൽ വെൽക്കം മാഡം എന്നൊക്കെ പറയും. അതുപോലെ നമ്മൾ പുറത്ത് പോകുമ്പോൾ താങ്ക് യു എന്ന് പറയും. അതുപോലെ നമ്മൾ വരുമ്പോൾ നമുക്ക് ഡോർ തുറന്ന് തരും, അതുപോലെ ഒരു ചെയർ ഇട്ട് തരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡ്രസ്സ് കടയിലോ അല്ലെങ്കിൽ ജ്വല്ലറിയിലൊക്കെ നടക്കുന്നതാണ് അല്ലേ? അപ്പോൾ അത്തരം പ്രവർത്തികളൊക്കെയാണ് നമ്മൾ എന്താണ് കേർട്ടസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ 5-ാമത്തെയാണ് കേർട്ടസി. അപ്പോൾ നമ്മൾ ഏതൊക്കെ നോക്കി? നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്? സോഷ്യബിലിറ്റി ഓർ എബിലിറ്റി ടു മീറ്റ് പബ്ലിക്. രണ്ടാമത് പറഞ്ഞത് സ്പീച്ച്. മൂന്നാമത് പറഞ്ഞത് ടാക്റ്റ് ഓർ സ്കിൽ. നാലാമത് പറഞ്ഞത് എംപതി. 5-ാമത് പറഞ്ഞത് കേർട്ടസി. ഓക്കെ, ഇനി 6-ാമത്തെയാണ് കോപ്പറേഷൻ. കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. Cooperation is the collective action for mutual benefit. A salesman must cooperate with his fellow salesman and his superiors and his juniors and the public. Cooperative attitude drives the team spirit, work and harmony. കോപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ ഒരു സെയിൽസ്മാൻ അഥവാ ഒരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റു സെയിൽസ്മാൻമാരുമായിട്ട് സഹകരിക്കണം, കോപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ മറ്റ് സെയിൽസ്മാൻമാർ എന്ന് പറയുമ്പോൾ ആരൊക്കെ വരാം അതിൽ? അവരുടെ സുപ്പീരിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം, ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവാം. അതുപോലെ അവരുമായിട്ട് സഹകരിക്കണം. അതുപോലെ തന്നെ പബ്ലിക്കുമായിട്ട് സഹകരിക്കണം. പബ്ലിക് എന്നോട് ഉദ്ദേശിക്കുന്ന ആരാ? ഉപഭോക്താക്കൾ. അവരുമായും സഹകരിക്കണം. അതാണ് കോപ്പറേഷൻ. അടുത്തതാണ് പേഷ്യൻസ് ആൻഡ് ടോളറൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഇവർ പറയണ പൈസ തരാൻ മനസ്സില്ല, അല്ലെങ്കിൽ തരാൻ അവർക്ക് താല്പര്യമില്ല, അതല്ലെങ്കിൽ അത്രയും പൈസ അവരുടെ കയ്യിലില്ല എന്നൊക്കെ വരുമ്പോൾ എന്താണ്, അവരെ അങ്ങ് ഒഴിവാക്കി വിടുമല്ലോ അല്ലേ? അപ്പോൾ അവരെ പിടിച്ച് നിർത്തി എങ്ങനെയെങ്കിലും ഒരു സെയിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞതിൽ ഇപ്പോൾ ഏതിലാണ് തോന്നുന്നു, ടാക്റ്റിലാണ് തോന്നുന്നു ഞാൻ അങ്ങനെ പറഞ്ഞത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഏതാണ്ട് അതൊക്കെ തന്നെ. പേഷ്യൻസ് ആൻഡ് ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നതാണ് എ സെയിൽസ്മാൻ മസ്റ്റ് ഫേസ് എ ലാർജ് വെറൈറ്റി ഓഫ് കസ്റ്റമേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. ഹി മസ്റ്റ് ബി പേഷ്യൻറ്റ് ഇൻ ഡീലിംഗ് വിത്ത് സച്ച് പീപ്പിൾ. ഹി ഷുഡ് നെവർ ലോസ് ടെമ്പർ. ഹി ഷുഡ് ടോളറേറ്റ് എനി അൺപ്ലസൻറ്റ് റിമാർക്സ് ഓർ സിറ്റുവേഷൻ. ഇവിടെ എന്താണ് പറയുന്നത് വെച്ചാൽ, ഒരു സെയിൽസ്മാൻ എങ്ങനെയായിരിക്കണം? ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ, അല്ലെങ്കിൽ ഏതൊരു സെയിൽസ്മാൻ, ഇപ്പോൾ ഒരു കമ്പനിയുടെ സെയിൽസ്മാൻ ആണെങ്കിലും, ഇപ്പോൾ ഫീൽഡ് വർക്കിനൊക്കെ ഇറങ്ങുന്ന ഒരു സെയിൽസ്മാൻ ആണെങ്കിലും, അല്ലെങ്കിൽ കടയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ആണെങ്കിലും, പലതരത്തിലുള്ള ആൾക്കാർ അവർ കാണും അല്ലേ? പലതരത്തിലുള്ള ആൾക്കാർ, പല സ്വഭാവമുള്ള ആൾക്കാർ അവർ കാണേണ്ടി വരും. അവർ ചിലപ്പോൾ വളരെ മോശമായിട്ട് പെരുമാറി എന്നൊക്കെ വരും. അങ്ങനത്തെ സന്ദർഭങ്ങളൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. അവിടെ നമ്മളും തിരിച്ച് അവരോട് വല്ലാണ്ട് അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിച്ച് അവരെ
അവരോട് അങ്ങനെ എതിർക്കാൻ പോകരുത്. കാരണം അത് എന്താണ്, ആ ഒരു കടയുടെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ അത് ബാധിക്കും. എന്താണ് അവരുടെ ആ ഒരു പേര് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. അതുവഴി എന്താണ്, പിന്നെ അവർക്ക് സെയിൽസ് നടക്കില്ല, ആൾക്കാർ തിരിഞ്ഞു നോക്കാതെയാവും, സെയിൽസ് നടക്കില്ല, കട പൂട്ടേണ്ടതായ ഒരു സാഹചര്യവും ഉണ്ടാകും. അതാണ് പേഷ്യൻസ് ആൻഡ് ടോളറൻസ്. അതായത് ക്ഷമ കാണിക്കുക, നല്ലൊരു ക്ഷമാശീലം ഒരു സെയിൽസ്മാൻ ഉണ്ടായിരിക്കണം. അടുത്തതാണ് ഗുഡ് മാനേഴ്സ്. ഗുഡ് മാനേഴ്സ് ആർ ദി ഹാബിറ്റ്സ് വിച്ച് റെക്കഗ്നൈസ് സെയിൽസ്മാൻ ആസ് എഡ്യൂക്കേറ്റഡ്, സിവിലൈസ്ഡ് ആൻഡ് കൾച്ചർഡ് പേഴ്സൺ. ഗുഡ് മാനേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ പെരുമാറ്റം, നമ്മൾ ആൾക്കാരോട് പെരുമാറുന്ന രീതി വളരെ നല്ല രീതിയിൽ വേണം പെരുമാറാൻ. മോശം പെരുമാറ്റം ഒരിക്കലും ഉണ്ടാവരുത്. എന്താണ്, ഒരു സെയിൽസ്മാനെ കണ്ടു കഴിഞ്ഞാൽ അയാളൊരു വിദ്യാഭ്യാസമുള്ളവനാണെന്നും അതുപോലെ തന്നെ നല്ല സംസ്കാരമുള്ളവനാണെന്നും കസ്റ്റമേഴ്സിന് മനസ്സിലാവണം. ഇഫ് ദ സെയിൽസ്മാൻ ഈസ് അൺഏബിൾ ടു ഷോ ഗുഡ് മാനേഴ്സ് ടു കസ്റ്റമേഴ്സ്, ഹി ലോസസ് ഹിസ് സെയിൽസ് പേഴ്സണാലിറ്റി ആൻഡ് ഇറിറ്റേറ്റ്സ് മോസ്റ്റ് ഓഫ് ദ കസ്റ്റമേഴ്സ്. അയാളുടെ മാനേഴ്സ് വളരെ മോശമാണെങ്കിൽ എന്താണ് ഉണ്ടാവുക? അത് എന്താണ്, വളരെ മോശമാണെങ്കിൽ എന്തുണ്ടാവും? അവർക്ക് സെയിൽ കിട്ടില്ല അല്ലേ, സെയിൽസ് നഷ്ടപ്പെടാം, അയാൾക്ക് പിന്നെ ആ പൊസിഷനിൽ തുടരാനായിട്ട് കഴിയില്ല. അതാണ് ഗുഡ് മാനേഴ്സ് അല്ലേ. ഒരു കസ്റ്റമർ വന്ന് എന്തെങ്കിലും ഒരു കാര്യം പെരുമാറുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു, അപ്പോൾ ഒരു എന്താണ് ജ്വല്ലറിയാന്ന് നോക്കിയ, അവരാദ്യം ഒരു മാല നോക്കി, ആ മാല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, അടുത്ത മാല എടുക്കാൻ പറഞ്ഞു, അതും എടുത്തു കൊടുത്തു. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ഓരോരോ മാലകൾ ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് അവസാനം ഇയാൾ ചൂടാവുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കുക, നിങ്ങൾ ഇങ്ങനെ എന്നെ കൊണ്ട് പണിയെടുപ്പിക്കല്ലേ എന്നൊരു ചോദ്യം സെയിൽസ്മാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് ഇറിറ്റേറ്റഡ് ആവും. അവർക്കൊരു ദേഷ്യം വരാം, അല്ലെങ്കിൽ അവർക്ക് ഇയാളെന്തിങ്ങനെ പെരുമാറണേ എന്നുള്ളൊരു തോന്നൽ വരാം. അത് അവർക്ക് എന്താണ്, ഒരു ഡിസാറ്റിസ്ഫാക്ഷനാണ് കസ്റ്റമേഴ്സിന്. അപ്പം അത് ഉണ്ടാവരുത് ഒരിക്കലും. അപ്പോൾ നല്ല മാനേഴ്സ് ഒരു സെയിൽസ്മാൻ എപ്പോഴും കീപ്പ് ചെയ്യണം. അവസാനത്തെയാണ് ഹ്യൂമർ ആൻഡ് സിമ്പതി. Humor and sympathy are two elements of sales personality. These elements make the atmosphere friendly and minimize tension and seriousness. അതായത് എപ്പോഴും എന്താണ്, ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറിനെ ഡീൽ ചെയ്യാന്ന് വെക്കുക, ഒരു സെയിൽസ്മാൻ, അയാൾ എങ്ങനെ ഡീൽ ചെയ്യണം? അയാൾ അവരെ പരമാവധി എന്താണ്, അവർക്കൊരു മുഷിപ്പ് വരാത്ത രീതിയിൽ, അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാകുന്ന രീതിയിൽ, ഇപ്പോൾ കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ചില കടകളിലൊക്കെ പോയി അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ. ഇപ്പോൾ ചില സെയിൽസ്മാൻമാരൊക്കെ അങ്ങനെയാണ്, കുറച്ച് ഇങ്ങനെ തമാശകളൊക്കെ പറയും. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ കൈക്കുഞ്ഞുങ്ങളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെ കളിപ്പിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുക. അവിടെ അങ്ങനെ ഒരു സീരിയസ്നെസ്സും, സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നുമുള്ള രീതിയിൽ പാടില്ല എന്ത് ചെയ്യാൻ, ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സിമ്പതി. എ സെയിൽസ്മാൻ ട്രൈസ് ടു ബി ഫ്രണ്ട്ലി ആൻഡ് സിമ്പത്തറ്റിക് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമർ ഗെറ്റ് അട്രാക്റ്റഡ് ആൻഡ് റീപ്രൊക്കേറ്റ് വിത്ത് ഹിം വിത്ത് എ ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡ്. അതെന്താണ് പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു കസ്റ്റമർ കടയിൽ വന്നു, അവർ പറയാണ്, ഇങ്ങനെ ഉണ്ടാവാതിരിക്കാം, ഞാനൊരു ഉദാഹരണം പറയാണ്. അപ്പോൾ ഒരു കസ്റ്റമർ പറയാണ്, എന്താണ്, എനിക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ജോലി നഷ്ടപ്പെട്ട് ഇരിക്കുകയാണ്, അപ്പോൾ ഞങ്ങൾക്കൊരു ജ്യൂസർ വാങ്ങണം, ഒരു ജ്യൂസ് അടിക്കുന്ന ഒരു മെഷീൻ വാങ്ങണം. അപ്പോൾ വലിയ പൈസയുടെ ഒന്നും എൻ്റെ തരാൻ എനിക്കുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ, അപ്പോൾ ഇങ്ങനൊരു കാര്യം ഒരു കസ്റ്റമർ പറയുമ്പോൾ സ്റ്റാഫ് എന്ത് ചെയ്യണം? അവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല, താൻ വേറെ കടയ്ക്ക് പോകും, അല്ലെങ്കിൽ എന്താണ്, ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത താൻ ഈ ജ്യൂസറൊന്നും ഉപയോഗിക്കണ്ട എന്ന് പറയുകയാണോ ചെയ്യുക? അല്ല, എന്ത് ചെയ്യണം? അവരെ സമാധാനിപ്പിക്കണം അല്ലേ. സാറ് വിഷമിക്കേണ്ട, ഇവിടെ അഫോർഡബിളായിട്ടുള്ള സാറിന് അഫോർഡബിളായിട്ടുള്ള റേറ്റിൽ ഉള്ള ജ്യൂസേഴ്സ് ഉണ്ട്, അത് സാറിന് പറ്റും, സാറിന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫീലിങ്സിനെ മനസ്സിലാക്കിക്കൊണ്ട്, ഫീലിങ്സിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെയിൽ നടത്താൻ ശ്രമിക്കണം. അതാണ് ഹ്യൂമർ ആൻഡ് സിമ്പതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സോഷ്യൽ ക്വാളിറ്റീസ് നോക്കി. സോഷ്യൽ ക്വാളിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത്? സോഷ്യബിലിറ്റി ഓർ എബിലിറ്റി ടു മീറ്റ് പബ്ലിക്,
എന്നുവെച്ചാൽ എന്താണ്, ഒരു സെയിൽസ്മാൻ എക്സ്ട്രോവേർട്ട് ആവണം, അദ്ദേഹം എല്ലാവരുമായി സംസാരിക്കാൻ കഴിവുള്ള ഒരാളാവണം, എല്ലാത്തരം കസ്റ്റമേഴ്സുമായിട്ട് ഇടപഴകാനുള്ള കഴിവുണ്ടാവണം, ഒരു ജാതി, ജെൻഡർ അഥവാ സെക്സ്, അതുപോലെ തന്നെ പ്രായം, ഇതൊന്നും നോക്കാതെ വേണം. അതായത് എന്താണ് അതായത് അയാളുടെ ജാതി എന്താണെന്നോ അയാളുടെ പ്രായം എന്താണെന്നോ അയാളുടെ എന്താണ് പറയുക, അയാളുടെ ജെൻഡർ എന്താണെന്നോ അതിനൊക്കെ എന്താണ് ഇറസ്പെക്റ്റീവ് ആയിക്കൊണ്ട് വേണം. അതായത് ഞാൻ ഇന്ന ആൾക്ക് മാത്രമേ, എൻ്റെ ജാതിക്കാരന് മാത്രമേ ഞാൻ സാധനം വിൽക്കുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ വർഗത്തിലുള്ള അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ലിംഗത്തിലുള്ള ഒരാൾക്ക് ഞാൻ സാധനങ്ങൾ വിൽക്കുള്ളൂ, അങ്ങനൊരു മനോഭാവം പാടില്ല. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഡക്റ്റിനെ പറ്റി അവരെ എന്താണ് നല്ല ശാന്തമായി അവർക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക, അതാണ് സ്പീച്ച്. പിന്നെ പറയുന്നത് ടാക്ട് ഓർ സ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, അവരെ ഹേർട്ട് ചെയ്യാതെ എന്ത് ചെയ്യുക, അവർക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുക, അതുവഴി സെയിൽ നടത്താൻ ശ്രമിക്കുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൺ വാങ്ങാൻ വരുമ്പോഴുള്ള കാര്യം. അപ്പോൾ അതാണ് അവിടെ എന്താണ്, ഏതൊരു തരം സിറ്റുവേഷനെയും ടാക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ നേരിടുവാനുള്ള ഒരു മെൻ്റൽ അവെയർനെസ് അഥവാ ഒരു മാനസിക ബോധം, അതാണ് ടാക്ട് ഓർ സ്കിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എമ്പതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫീലിങ്സ് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക. കേർട്ടസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വെൽക്കം ചെയ്യുക, അതുപോലെ താങ്ക് യു പറയുക, കസാരട്ട് കൊടുക്കുക, ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക എന്ന് പറയുന്ന ഇതാണ് കേർട്ടസിയിൽ വരുന്നത്. പിന്നെ അടുത്തത് എന്താണ്, കേർട്ടസിയിൽ വരുന്നതാണ്. അതുപോലെ കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടുത്തെ മറ്റ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവുമാരുമായിട്ടും അതുപോലെ പബ്ലിക്കുമായിട്ടും ഒക്കെ കോപ്പറേറ്റ് ചെയ്ത് പോവുക, സഹകരിച്ച് പോവുക. പേഷ്യൻസ് ആൻഡ് ടോളറൻസ്, പലതരത്തിലുള്ള കസ്റ്റമേഴ്സ് വരാം, അപ്പോൾ അവരോടൊക്കെ പല രീതിയിൽ അവർ പെരുമാറാം. ചിലപ്പോൾ അവർ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിലൊക്കെ പെരുമാറിയെന്ന് വരാം. അപ്പോഴൊക്കെ നമ്മളെന്താണ് അതെല്ലാം നമുക്ക് അത്രയും സഹനശക്തിയോടുകൂടി നമ്മൾ അത്തരം സന്ദർഭങ്ങളൊക്കെ നേരിടണം. ഗുഡ് മാനേഴ്സ്, നല്ല രീതിയിൽ പെരുമാറണം അല്ലേ. അപ്പോൾ ഒരു സെയിൽസ്മാൻ ഒരു വിദ്യാസമ്പന്നനായിട്ടും അതുപോലെ സംസ്കാരമുള്ളവനുമായിട്ടും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ വളരെയധികം സഭ്യതയോടുകൂടി വർത്തമാനം പറയുന്നത് സിവിലൈസ്ഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭ്യൻ എന്നാണ് അർത്ഥം. അതായത് അങ്ങനെ നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്ന എന്നൊരർത്ഥമാണ്. അതായത് ഒരു വിദ്യാസമ്പന്നനാണെന്നും ഒരു സംസ്കാരമുള്ളവനാണെന്നും ഉള്ളൊരു കാര്യം കസ്റ്റമേഴ്സിന് മനസ്സിലാവണം അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന്. അതുപോലെ ഹ്യൂമർ ആൻഡ് സിമ്പതി, അതായത് എന്താണ് ഹ്യൂമർ ആൻഡ് സിമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ അത്ര ടെൻഷൻ അടിച്ചിട്ടോ വളരെ സീരിയസ് ആയിട്ടോ ഒന്നും നമ്മൾ ഡിസ്കഷൻ ഇപ്പോൾ ഒരു കസ്റ്റമറുമായിട്ടുള്ള ഒരു ഡീലിംഗ് നടത്താതെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടത്താൻ ശ്രമിക്കുക. അങ്ങനെ ടെൻഷനും സീരിയസ്നെസ്സും ഒന്നും ഇല്ലാതെ. അതുപോലെ തന്നെ എന്താണ്, സിമ്പത്തറ്റിക് ആവണം അല്ലേ. കസ്റ്റമേഴ്സിനോട് വളരെ സിമ്പത്തറ്റിക് ആയിട്ട് പെരുമാറണം അല്ലേ. അതായത് ഇപ്പോൾ അവരെ എന്താണ് പറയുക, അവരുടെ ഫീലിങ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ കച്ചവടം നടത്താൻ. സോ ഇതൊക്കെയാണ് സോഷ്യൽ ക്വാളിറ്റീസ്.